മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ഇന്നത്തെ അഭിമാന നിമിഷം. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ബഹുമതി ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മോഹൻലാൽ സ്വന്തമാക്കി. മലയാള സിനിമയുടെ മഹത്തായ യാത്രയിൽ ഇന്നൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 4 പതിറ്റാണ്ടിലേറെ നീളുന്ന കരിയറിൽ 350-ലധികം സിനിമകളിൽ കഥാപാത്രങ്ങൾ ജീവിച്ച് ഓരോ കഥാപാത്രത്തിലും ആത്മാവേകിയാണ് മോഹൻലാൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സ്വന്തം സ്ഥാനമുറപ്പിച്ചത്. ആക്ഷൻ മുതൽ ഹാസ്യം, പ്രണയം മുതൽ തീവ്രമായ സാമൂഹിക വിഷയങ്ങൾ വരെ എന്ത് വേഷമെടുത്താലും അത് സ്വന്തം ശൈലിയിലെത്തിച്ച് അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞു. ഭാരതീയ ചലച്ചിത്ര ലോകത്ത് ഒരു നടനെന്ന നിലയിൽ മാത്രമല്ല, ഒരു കലാപ്രതിഭയായി, ഒരു സാംസ്കാരിക പ്രതിനിധിയായി, ഒരു പ്രചോദനമായി അദ്ദേഹം തലമുറകളെ സ്വാധീനിച്ചു. കിരീടം, ഭരതം, വാനപ്രസ്ഥം, ദൃശ്യം തുടങ്ങിയ ഓരോ ചിത്രവും അദ്ദേഹത്തിന്റെ സമർപ്പണത്തിന്റെയും പ്രതിഭയുടെയും തെളിവുകളാണ്. അനവധി ദേശീയ അന്തർദേശീയ ബഹുമതികൾക്ക് ശേഷം ഇന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്ന ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് എല്ലാ മലയാളികളും അഭിമാനത്തോടെ ഏറ്റുവാങ്ങുന്ന നിമിഷമാണ്. ലാലേട്ടന്റെ അഭിനയ യാത്ര നമ്മെ രസിപ്പിക്കുക മാത്രമല്ല, ജീവിതത്തിന്റെ മൂല്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. ഒരു സാധാരണ മനുഷ്യന്റെ ആത്മാർത്ഥ പരിശ്രമം എങ്ങനെ ലോകം അംഗീകരിക്കുന്ന ഉയരങ്ങളിൽ എത്തുമെന്നതിന് മോഹൻലാൽ തന്നെ മികച്ച ഉദാഹരണം. അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിന്റെ മാത്രം അഭിമാനമല്ല, ഭാരതത്തിന്റെ അഭിമാനവുമാകുന്നത്. ലാലേട്ടൻ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് അത് വെറും ഒരു നടനല്ല, ഒരു കുടുംബാംഗമാണ്. വലിയ താരശക്തിയുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ വിനയം, സൗമ്യത, ജീവിതത്തെ കാണുന്ന ലാളിത്യം ഇവയെല്ലാം അദ്ദേഹത്തെ ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളോട് അടുപ്പിച്ചു. അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മെ രസിപ്പിക്കുമ്പോൾ ജീവിതത്തിലെ മൂല്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. പുതിയ തലമുറ സംവിധായകരുമായും പുതുമുഖ താരങ്ങളുമായും അദ്ദേഹം സഹകരിച്ച് മലയാള സിനിമയെ ലോകം സിനിമയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. മോഹൻലാലിന്റെ അഭിനയം സിമ്പിളായ ഒരു പ്രകടനം മാത്രമല്ല, അത് കഥാപാത്രത്തിന്റെ ആത്മാവിലേക്കുള്ള പ്രവേശനമാണ്. ഹാസ്യത്തിൽ നിന്ന് തീവ്രമായ സാമൂഹിക കഥകളിലേക്ക്, പുരാതന ഇതിഹാസങ്ങളിൽ നിന്ന് ആധുനിക ത്രില്ലറുകളിലേക്ക് എന്ത് വേഷം ചെയ്താലും അത് സ്വന്തമാക്കുകയാണ് അദ്ദേഹം. ചിത്രം പോലെയുള്ള ഹാസ്യ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ലാളിത്യവും, കിരീടം പോലുള്ള ശക്തമായ കഥാപാത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ വികാരാഭിവ്യക്തിയും, വാനപ്രസ്ഥം പോലെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രശംസ നേടിയ സിനിമകളിൽ അദ്ദേഹത്തിന്റെ സമർപ്പണവും, ഇതെല്ലാം ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു. 4 പതിറ്റാണ്ടിലേറെ നീളുന്ന കരിയറിൽ 350-ലധികം സിനിമകളിൽ കഥാപാത്രങ്ങൾ ജീവിച്ച് ഓരോ കഥാപാത്രത്തിലും ആത്മാവേകിയാണ് മോഹൻലാൽ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സ്വന്തം സ്ഥാനമുറപ്പിച്ചത്. ആക്ഷൻ മുതൽ ഹാസ്യം, പ്രണയം മുതൽ തീവ്രമായ സാമൂഹിക വിഷയങ്ങൾ വരെ എന്ത് വേഷമെടുത്താലും അത് സ്വന്തം ശൈലിയിലെത്തിച്ച് അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞു. ദൃശ്യം പോലുള്ള സിനിമകൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ മലയാള സിനിമയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ആ ഗ്ലോബൽ സ്വാധീനത്തിന് പിന്നിൽ കഥാപാത്രങ്ങളോട് അദ്ദേഹം കാണിച്ച ആത്മാർത്ഥമായ സമർപ്പണം തന്നെയാണ്. ഭരതം കായകന്റെ കരളുലഞ്ഞ വേദനയും, പുലിമുരുകൻ ആക്ഷൻ നായകന്റെ കരുത്തും, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം തെളിയിക്കുന്നു. ഇന്ന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടി അദ്ദേഹം മലയാള സിനിമയുടെ അഭിമാനവും ഭാരതത്തിന്റെ കലാസ്വഭാവവും ഉയർത്തിപ്പിടിക്കുന്നു. മോഹൻലാൽ 5 തവണ ദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അതിൽ 2 മികച്ച നടനുള്ളതാണ്. ഇന്ത്യയിലെ പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികളും വിദേശ ചലച്ചിത്രോത്സവങ്ങളിൽ നിന്നുള്ള പ്രശംസകളും അദ്ദേഹത്തിന്റെ കലയുടെ സർവ്വദേശീയ പ്രസക്തി തെളിയിക്കുന്നു. ഇന്നത്തെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന്റെ കലാപരമായ ജീവിതത്തെ മഹത്വവൽക്കരിക്കുന്ന അന്തിമ മുദ്രയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മഹത്തായ നേട്ടത്തിന് നമ്മുടേതുപോലെ ലോകം മുഴുവൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ ചാനലിലൂടെ കേരളത്തിന്റെ അല്ല, നമ്മുടെ ഭാരതത്തിന്റെ ലാലേട്ടന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന്റെ കരിയർ നമ്മെ ഇനിയും ഏറെ പ്രചോദിപ്പിക്കട്ടെ. ഇതുപോലെ പ്രൗഢിയുള്ള നിമിഷങ്ങൾ നഷ്ടമാകാതിരിക്കാൻ ചാനലിന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. പ്രിയപ്പെട്ട ലാലേട്ട, നിങ്ങൾ എന്നും നമ്മുടെ സ്നേഹവും അഭിമാനവുമാണ്.